ഹലോ മൈ ഡിയേഴ്സ്, നമ്മുടെ ചോറിനും ചപ്പാത്തിക്കൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും സ്പൈസിയും ആയ കോളിഫ്ലവർ പെപ്പർ ഫ്രൈ ആണ് ആദ്യം തയ്യാറാക്കാൻ പോകുന്നത്. വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഈ സ്റ്റെപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോളിഫ്ലവറിൽ എന്തെങ്കിലും പുഴുക്കളോ അല്ലെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളുടെ കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു ചെറിയ കോളിഫ്ലവർ എടുത്തിരിക്കണം, അതിന് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കോളിഫ്ലവറിനെ നമുക്ക് ഈ വെള്ളത്തിലിട്ട് തന്നെ ഒരു 1/4 വേവ് ആവണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കോളിഫ്ലവറിൻ്റെ വേവൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ ഡ്രെയിൻ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു കടായി എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമല്ല എണ്ണ എടുക്കാം കേട്ടോ, സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏതായാലും കുഴപ്പമില്ല. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ജീരകം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ റഫായിട്ട് ചോപ്പ് ചെയ്ത 2 സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. നമ്മൾ സവാളയുടെ കളർ ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ആകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളി ഒന്ന് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടുന്ന വരെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ തക്കാളി ഒന്ന് നന്നായി വെന്തതിന് ശേഷം നമ്മളുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1 തൊട്ട് 1.5 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. നമ്മൾ ഈ കോളിഫ്ലവർ കറി കുറച്ച് മഞ്ഞ കളറായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടി റെഡിഷ് കളർ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ നോർമലായിട്ടുള്ള നമ്മൾ മുളക് പൊടിയാണ് ചേർക്കണത് കേട്ടോ. നമ്മൾ മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച് കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ കോളിഫ്ലവറിൻ്റെ കളർ നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ ഇതിനെ തിളപ്പിച്ചിട്ട് ഒരു 1/4 വേവ് ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള സംഭവം പെപ്പർ, കുരുമുളക് പൊടി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ചതച്ച പച്ചമുളകും ചുമന്ന മുളക് പൊടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എരിവ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നേരത്ത് അയ്യോ എരിവ് കൂടിപ്പോയി വായിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ശപിക്കരുത് കേട്ടോ. അതുകൊണ്ട് നോക്കിയിട്ട് ഇടാം കുരുമുളക് പൊടി. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് ഒന്ന് കുറയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയത്. അതുകൊണ്ട് നമ്മൾ കോളിഫ്ലവറിന് ഒരു ക്രഞ്ചിനെസ് ഒക്കെ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇതിപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടി ഒരു ഗ്രേവി ആയിട്ടുള്ള ഡിഷ് ആക്കണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് ഗ്രേവി ആയി കിട്ടും. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിനെ മല്ലിയിലയും കൊണ്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ കറിവേപ്പിലയിലും ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയ കോളിഫ്ലവർ പെപ്പർ ഫ്രൈ ഇവിടെ റെഡി. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ തംസ് അപ്പ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് അടിക്കുന്ന കാര്യത്തിൽ എന്താണെന്ന് അറിയില്ല, എല്ലാവർക്കും ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതുപോലത്തെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് കാണാൻ വേണ്ടി പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഓളാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ.